മൂന്നാമത്തെ കാര്യം, പിന്നെ നിങ്ങളുടെ അടുത്ത ആകാംക്ഷ, നിലമ്പൂരിൽ മത്സരിക്കുമോ? ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിരുപാധികമായ പിന്തുണ. കാരണം ഇവിടെ ഈ സർക്കാരിൻ്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട്. ഞങ്ങൾ ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട സ്പീക്കർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മമതാ ബാനർജിയെ ബംഗാളിൽ പോയി കണ്ട് ഞാൻ നേരിട്ട് ഈ പറയുന്ന മെമ്പർഷിപ്പ് സ്വീകരിച്ചതിന് ശേഷം ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും ഇപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മലയോര കർഷകരുടെ മുഴുവൻ പിന്തുണയും ആർജിച്ചുകൊണ്ട് പിണറായിസത്തിൻ്റെ അവസാനം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഈ ബൈ ഇലക്ഷനിലായിരിക്കും. അതുകൊണ്ട് പരിപൂർണമായ പിന്തുണ അവർക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കണം, ഇനി എത്ര ദിവസമല്ലേ ഈ പിണറായിസം? 482 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. ആരും അധികം കൊമ്പൊന്നും കോർക്കണ്ട. 482 ദിവസം അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ്. ഇന്ന് തുടങ്ങുകയാണ്. PV അൻവർ പാർട്ടിയിൽ നിന്ന് പോയിട്ട് ഒരു രോമം പോയില്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട്. അത് നമുക്ക് കാണാം. അത് നമുക്ക് കാണാൻ പോകുന്ന പൂരമാണ്. അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം DIC ഉണ്ടായതിന് ശേഷം ഒരു 30% ആളുകൾ DIC തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നപ്പം ഞാൻ ഉൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കേറ്റേഡായി കിടക്കുകയാണ്. അവരൊക്കെ പല പാർട്ടിയിലുമായി പോയി, പലതിലും രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി. ഇവരെയൊക്കെ സ്വരൂപിക്കും. പല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നവരുണ്ട്, അവജ്ഞ അനുഭവിച്ച് നിൽക്കുന്നവരുണ്ട്. പിണറായിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ മൗനികളായി നിൽക്കുന്ന ആയിരക്കണക്കിന് സഖാക്കളുണ്ട്. ഇവരെ മുഴുവൻ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ ഉണ്ടാകും. ആ രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ എനിക്ക് നിലമ്പൂരിലെ കാര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ UDF നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിലമ്പൂർ ഒരു മലയോര മേഖലയാണ്. സ്വാഭാവികമായിട്ടും ആ മലയോര മേഖലയിൽ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി ആ മലയോര മേഖലയിൽ നിന്നുള്ള കൃത്യമായി ഈ വിഷയങ്ങൾ അറിയുന്നൊരു വ്യക്തിയായിരിക്കണം. തീർത്തും നമുക്കറിയാം, കാസർഗോഡ് തൊട്ട് തൃശ്ശൂർ വരെ വരുന്ന മലബാർ 73 നിയമസഭാ സീറ്റുകളുണ്ട്. ആ 73 നിയമസഭാ സീറ്റിൽ പകുതിയിലധികം മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ മലയോര മേഖലയിലുള്ളത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അവരാണ് ഈ വന്യമൃഗശല്യത്തിൻ്റെ ഏറ്റവും വലിയ അവരെയാണ് ഇത് ബാധിക്കുന്നത്. പലരും വിറ്റുപോകാൻ നിൽക്കുക കിട്ടുന്ന വിലക്ക്. സ്വാഭാവികമായും സണ്ണി ജോസഫ് നമുക്കറിയാം, നിയമസഭയിൽ എല്ലാ നിയമസഭാ സമ്മേളനത്തിലും അദ്ദേഹം ഈ വിഷയം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായും രാജിവെച്ച് ഒഴിയുമ്പോൾ ആ മലയോര മേഖലയിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ ഈ വിഷയത്തെ നേരിട്ട് അനുഭവപ്പെടുന്ന അഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് UDFന് മുമ്പിൽ വെക്കുകയാണ്. എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ്? നിലമ്പൂരിൽ തന്നെയുള്ള DCC പ്രസിഡന്റ് ശ്രീ VS ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ഇൻറ്ററാക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം ജോയ് താമസിക്കുന്ന ഈ കാട്ടിൻ്റെ ഉള്ളിലാണ്. ജോയിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ആനയാണ്, ഇപ്പുറത്ത് പന്നിയാണ്, അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ കാട്ടിയാണ്, ഇപ്പുറത്തേക്ക് ഇറങ്ങിയാൽ സിംഹമാണ്. പലപ്പോഴും ജോയ് എന്നോട് പറഞ്ഞു, അൻവർക്ക നമ്മളിവിടെ വിറ്റ് പോകുന്നത് ശരിയല്ലല്ലോ, നമ്മൾ വിറ്റ് ടൗണിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതൊരു ബാഡ് മെസ്സേജ് അല്ലേ, ജീവിക്കാൻ വയ്യട്ടോ, കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര്? ഈ പറയുന്ന DCC പ്രസിഡന്റ് ജോയ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗം ഏറ്റവും ഭൂരിപക്ഷം ജീവിക്കുന്ന ഈ മലയോര മേഖലയിൽ മലബാറിൽ ആ കമ്മ്യൂണിറ്റിക്ക് അനുഭവിക്കുന്ന ഒരു വിഷയമെന്ന നിലക്ക്, ആ കമ്മ്യൂണിറ്റിയുടെ കൂടി ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലക്ക് DCC പ്രസിഡന്റ് V ജോയിയെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു റിക്വസ്റ്റാണ് എനിക്ക് ഈ വിഷയത്തിൽ വെക്കാനുള്ളത്. നേതാവാണ് താങ്കളോട് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്? അല്ല, അങ്ങനെ ഞാനത് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു ഏർപ്പാടല്ലേ. അല്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ല, അതൊക്കെ അവര് ഒരു മിനിറ്റ് അല്ല, UDF ആരെ മത്സരിപ്പിക്കണമെന്ന് വരെ പറഞ്ഞ ഒരാൾക്ക് ഇനിയിപ്പോ ഈ ശശിയുടെ കാര്യത്തിൽ അതില് ഞാൻ എന്റെ നയം വ്യക്തമാക്കാം.
അതിലെൻ്റെ നയം എന്ന് പറയുന്നത് അത് തീർത്തും അവരുടെ വ്യക്തിപരമായി അവരെ എന്നെ വിശ്വസിച്ച് പറഞ്ഞതാണ്. അവരെന്നെ വഞ്ചിച്ചു എന്നുള്ളത് ശരിയാണ്. അതേ അർത്ഥത്തിൽ അത് തിരിച്ച് ഞാൻ പറയുക എന്ന് പറയുന്നത് എൻ്റെ സംസ്കാരത്തിനും എൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിനും അത് യോജിക്കാത്തത് കൊണ്ട് ആ ആളുകളെ നമ്മളതിൽ വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണല്ലോ, അങ്ങനെയാണല്ലോ വന്നത്.